പ്രതീക്ഷിക്കാണ്ടിരിക്കുമ്പോൾ നമുക്കൊരു പണി കിട്ടുക എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു പണിയിൽ നിന്ന് എനിക്കും കിട്ടിയിട്ടോ. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, പ്രതീക്ഷിക്കാത്തതെന്ന് വെച്ചാൽ നമുക്ക് പ്രതീക്ഷയുണ്ട്, പക്ഷേ എന്നാൽ ഇത്ര പെട്ടെന്ന് കൊണ്ടുവരുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. മോനൊരു സ്റ്റഡി ടേബിൾ വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി കേട്ടോ. അപ്പോൾ സ്റ്റഡി ടേബിളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ നമ്മൾ തൊട്ടടുത്തൊരു ഫർണിച്ചർ ഷോപ്പിൽ നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അവരോട് ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഉണ്ടാക്കി കഴിഞ്ഞ് അവരിതിവിടെ കൊണ്ടുവന്ന് സ്ക്രൂ ചെയ്യണം, ഭിത്തിയിൽ ഹോളൊക്കെ ചെയ്തിട്ട് അവർ സ്ക്രൂ ചെയ്യണം എന്നൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വന്ന് അവർ സ്ക്രൂ ചെയ്യലും അതിൽ കുറച്ചും കൂടെ പണി അവർക്ക് എടുക്കാനുണ്ടായിരുന്നു, കുറച്ച് സമയത്തെ പണിയും കൂടെ. അതൊക്കെ അവരവിടെ റൂമിൻ്റെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. എല്ലാം ചെയ്ത് കഴിഞ്ഞപ്പം പിന്നീട് വന്നത് എന്താ വെച്ചാൽ റൂം മൊത്തം പൊടിയായിരുന്നു എല്ലായിടത്തും, ബെഡിലും എന്താ പറയുക ബ്യൂറോയും എല്ലാം പൊടി. അപ്പോൾ ഇങ്ങനെ പൊടിയാവും എന്നുള്ളത് എനിക്ക് ഒരു മുൻധാരണ ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു പഴയ ബെഡ്ഷീറ്റൊക്കെ ബെഡിലൊക്കെ വിരിച്ചിടുമായിരുന്നു കേട്ടോ. പക്ഷേ അത് അവർ പെട്ടെന്നുള്ള വരവും കാര്യങ്ങളായതുകൊണ്ട് എനിക്ക് അതിനും പറ്റിയില്ല. അപ്പം പിന്നെ ആ ഒരു പണി നല്ലൊരു പണി തന്നെയായിരുന്നു, പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കുക എന്നുള്ളത്. അപ്പം കുറേ ദിവസമായിട്ട് ജനലുകളും വാതിലുകളൊക്കെ ഒന്ന് തുടയ്ക്കാനും വൃത്തിയാക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. വൃശ്ചിക മാസം ആകുമ്പോഴത്തേനും എല്ലാം ചെയ്യണമെന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷേ വൃശ്ചിക മാസം ആയപ്പോഴത്തേനും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. പിന്നെ ഞാൻ അതിനോട് ഒരു മനസ്സ് കൊടുത്തില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വൃത്തിയാക്കലും കാര്യങ്ങളൊക്കെ അവിടെ കിടന്നു. ഇപ്പം ഇന്ന് ഈ ഒരു പിന്നെ സ്റ്റഡി ടേബിളിൻ്റെ ഒരു പണി കാരണം ഈ ഒരു റൂം മൊത്തത്തിൽ ഞാൻ വൃത്തിയാക്കി കേട്ടോ. ജനലുകളും വാതിലുകളും എല്ലാം തുടച്ച് നല്ല നീറ്റാക്കി വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു തോന്നലാണ് നമ്മുടെ മനസ്സിന്, ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ നമ്മളത് വൃത്തിയാക്കിയിട്ടേ ഇരിക്കൂ. ഇതിപ്പോൾ എനിക്കൊരു കാരണമാണ് കേട്ടോ, ഈ ഒരു വൃത്തിയാക്കൽ ഇല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിലെ പ്രധാന ഘടകം മടി, അത് വന്നു കഴിഞ്ഞാൽ അതെനിക്കും ഉണ്ട് നന്നായിട്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും ഒന്നും ചെയ്യാൻ തോന്നില്ല. പക്ഷെ പിന്നെ നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ തന്നെ ചെയ്യണമല്ലോ അല്ലേ, അതിന് വേറെ ആരും വന്ന് ചെയ്തു തരില്ല. നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നന്നായിട്ടുണ്ട്. എനിക്ക് അങ്ങനെ എങ്ങനെ വീഡിയോ എടുക്കണ്ടേന്ന് എനിക്ക് അറിയുന്നില്ല. എനിക്കിഷ്ടമാണ് വീഡിയോ എടുക്കുന്നതും കുക്കിംഗ് വീഡിയോ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ അതെനിക്ക് പറ്റുന്നില്ല എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒന്നും കൂടെ ശ്രമിച്ച് നോക്കട്ടെ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ പുതിയൊരു ചാനലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇഷ്ടമായാൽ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് എനിക്കുണ്ട്, പറ്റുമെന്ന് അറിയില്ല. എന്തായാലും ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും വീഡിയോസുകളും ഒക്കെ ആയിട്ട് തുടർന്നും വരാം കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലീനിങ്ങോട് കൂടിയിട്ട് ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ കഴിഞ്ഞു. ഇനി മോൻ വന്നതിന് ശേഷം വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അവൻ്റെ ബുക്കും കാര്യങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാണ് ഓർഡറാക്കി വെക്കേണ്ടതെന്നൊക്കെ അവൻ വന്നാലേ ഉള്ളൂ ഏകദേശം ഒരു ഐഡിയയും കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പം ഞാൻ റൂമെല്ലാം വൃത്തിയാക്കി ഒന്ന് നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇനി മോൻ വരട്ടെ, അവൻ വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവൻ നോക്കിക്കോളും. ഓക്കെ, ബൈ.